KSRTC യാത്ര കൊടുക്കാൻ പോകുന്നത് ആരാണ്? കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കാൻ പോകുന്നത് ആരാണ്? ഈ നാട്ടിലെ പെൻഷൻ 3000-ആയി വർദ്ധിപ്പിക്കാൻ പോകുന്നത് ആരാണ്? ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ 5 ലക്ഷത്തിന്റെ വായ്പ കൊടുക്കാൻ പോകുന്നത് ആരാണ്? ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നടപ്പിലാക്കാൻ പോകുന്നത് ആരാ? വയറ്റില് കത്രിക വെച്ച് പറഞ്ഞത് ആരാ? ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയത് ആരാ? സ്വർണം ചെമ്പാക്കി മാറ്റിയത് ആരാ? ഗുണ്ടായിസത്തിന് നേതൃത്വം നൽകുന്നത് ആരാ? ഗുണ്ടാരാജിന് നേതൃത്വം നൽകുന്നത് ആരാ? അഴിമതി നടത്തി നാടിനെ വെറുപ്പിക്കുന്നത് ആരാ? സംശയം ചോദിക്കുന്നവരോട് വീട്ടിൽ പോയി ചോദിക്കുന്നവരാണ്. അത്തരം അഹങ്കാരത്തെ ഇനി കോതമംഗലം വെച്ചു പൊറിപ്പിക്കരുത്. ഇത് തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിച്ചിട്ട് മെയ് 4-ന് ശേഷം സത്യപ്രതിജ്ഞ നടക്കുമ്പോ സ്പീക്കറുടെ ചെയറിൽ നിന്ന് വിളിക്കണം. എന്താ വിളിക്കണ്ടേ? സ്പീക്കറുടെ ചെയറിൽ നിന്ന് സത്യപ്രതിജ്ഞക്ക് വിളിക്കുമ്പോ പറയണം അതൊക്കെ ഷിബു തെക്കുംപുറം എന്നുള്ളത്. ഷിബു തെക്കുംപുറം എന്നുള്ളത് പറയിപ്പിക്കോ? വാക്കാണ്, ഉറപ്പാണ്. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ഷഫി പറമ്പിൽ, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. നിങ്ങള് ഇവിടെ സാധാരണക്കാരൻ വീട്ടിൽ നിന്ന് ഒരു പണിയുമില്ലാതെ, വീട്ടിൽ ഭാര്യ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പറഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും മടിക്കുന്ന സാധാരണക്കാരൻ. അത്രയധികം ചൂടാണ്, ക്ലൈമറ്റ് അത്രയധികം അനുകൂലമല്ല. അങ്ങനെ പ്രതികൂല കാലാവസ്ഥയിൽ പോലും ഉറക്കമില്ലാതെ, നേരത്തിന് ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ ഒരു മനുഷ്യൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാ. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോ ഈ മനുഷ്യൻ എവിടെയുണ്ട്? വടകരയിലുണ്ട്. ആരുടെ കൂടെ? വൈകുന്നേരത്തെ കാര്യം ഞാൻ പറയുന്നത്. വൈകുന്നേരം KK രമയോടൊപ്പം തീരദേശ പ്രചരണ യാത്ര ജാഥ എന്ന് പറഞ്ഞുകൊണ്ട് KK രമയോടൊപ്പമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ 10 മണി കഴിഞ്ഞും നോക്കുമ്പോ 12 മണിക്കും നോക്കുമ്പോ ഷാഫി പറമ്പിന്റെ ലൈവ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഫേസ്ബുക്കിൽ. എന്താ പരിപാടി? അയാൾ കൊയിലാണ്ടിയിലുണ്ട്. കൊയിലാണ്ടിയിലുണ്ട്. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോ ഇയാൾ എവിടെയുണ്ട്? അത് കഴിഞ്ഞ് ഇയാൾ ആലുവയിലുണ്ട്. രാത്രി 12 മണി വരെ കൊയിലാണ്ടിയിലുണ്ടായ മനുഷ്യൻ രാവിലെ 6 മണിക്ക് നോക്കുമ്പോൾ ആലുവയില. അല്ലേ? ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ഷെഡ്യൂൾ എന്ന് ഞാൻ പറയാം, നിങ്ങളൊന്ന് നോക്കി നോക്ക്. 6 മണിക്ക് ഈ മനുഷ്യൻ ആലുവയിലുണ്ട്. അത് കഴിഞ്ഞ് 8 മണിക്ക് പെരുമ്പാവൂരിൽ റോഡ് ഷോ, 9 മണിക്ക് കോതമംഗലത്ത് ഈ പറയുന്ന റോഡ് ഷോ. ഈ കോതമംഗലത്തുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് 3 മണിക്ക് പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയുടെ കൂടെ. അത് കഴിഞ്ഞ് 4:30 കുണ്ടറയില് PC വിഷ്ണുനാഥന്റെ തട്ടകത്തില് അവിടെ. അത് കഴിഞ്ഞ് 7 മണിക്ക് ചവറയില്, 8 മണിക്ക് കൊല്ലത്ത്, 9 മണിക്ക് ഇരവിപുരത്ത്, ചടയമംഗലത്ത് എന്ന് വേണ്ട കുന്നത്തൂരിലും കൊട്ടാരക്കരയിലും ഇയാളങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാ. ഇത് നമ്മൾ അതിനെ തൊട്ട് തലേ ദിവസം നമ്മൾ കണ്ടു തളിപ്പറമ്പിൽ പരിപാടി. അത് കഴിഞ്ഞിട്ട് തൃക്കരിപ്പൂരിലേക്ക് എത്താൻ 6 മണിക്ക് തൃക്കരിപ്പൂരിൽ പറഞ്ഞ പരിപാടിക്ക് അയാൾ എത്താൻ വൈകി, അല്ലെങ്കിൽ ആ പരിപാടി തുടങ്ങി 6 മണി മുതൽ അയാളുടെ 8 മണി വരെയാണ് സമയം പറഞ്ഞത്. അടുത്ത പോയിന്റ് കാസർഗോഡായിരുന്നു. അത് കഴിഞ്ഞ് മഞ്ചേശ്വരമായിരുന്നു. തൃക്കരിപ്പൂരിൽ നിന്ന് അയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത അവസ്ഥ. അവസാനം കാസർഗോഡ് എത്തുമ്പോൾ 12 മണി കഴിഞ്ഞു, 12:10. മൈക്കില്ല, സൗണ്ട് സിസ്റ്റം ഇല്ല, ഒന്നുമില്ല. മഞ്ചേശ്വരത്തേക്ക് അയാൾക്ക് എത്താൻ സാധിച്ചില്ല. ഇവിടെ ഇത് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. എല്ലാവർക്കും ഷാഫി വേണം, ഷാഫി എല്ലായിടത്തും എത്തണം. വളരെ കുറഞ്ഞ സമയം, 140 മണ്ഡലങ്ങൾ, ഒരേ ഒരു ഷാഫി. ഷാഫി കൂടുന്നിടത്തൊക്കെ എത്താൻ വൈകുന്തോറും ജനം ഇങ്ങനെ ആർത്തിരമ്പുകയാണ്. ആർത്തിരമ്പുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴേ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞു, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ തിരഞ്ഞെടുപ്പിന്റെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയുന്നത് അത് ഷാഫി പറമ്പിലാണ് എന്ന്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മലബാർ മേഖലകളിൽ, വടക്കൻ മേഖലകളിൽ, തെക്കൻ മേഖലകളിൽ, തീരദേശങ്ങളിലെ ഓടുകയാണ് ആ മനുഷ്യൻ. ആർക്ക് വേണ്ടി? പ്രചരണ കമ്മിറ്റിയുടെ ചെയർമാനാ. ആ ഒരൊറ്റ ഉത്തരവാദിത്തം, ഭാരിച്ച ഉത്തരവാദിത്തം തലയിൽ കയറ്റി വെച്ചുകൊണ്ട് ഊണില്ല, ഉറക്കമില്ല. നിങ്ങൾ ഷാഫിയെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും.
നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ പല സന്ദർഭത്തിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പുണ്ടായ ഷാഫി പറമ്പിലും അതിന് ശേഷമുള്ള ഷാഫി പറമ്പിലും അയാളുടെ മുഖമൊന്നെടുത്ത് പരിശോധിച്ച് നോക്ക് നിങ്ങൾ. ആ മനുഷ്യൻ ശബ്ദമില്ല, അയാളുടെ ആകെ തളർന്നിരിക്കുന്നു. എന്നിട്ടും ഓട്ടത്തിന് ഒരു കുറവുമില്ല. 140 മണ്ഡലങ്ങളിലേക്കും തനിക്ക് എത്താൻ കഴിയുമെന്നുള്ള വളരെ ബിസി ഷെഡ്യൂൾ. ഇന്ന് വടക്കൻ മേഖലകളിലാണെങ്കിൽ അയാൾ നാളെ തെക്കൻ മേഖലകളിലേക്ക്, അവിടെ നിന്ന് വീണ്ടും വടക്കൻ മേഖലയിലേക്ക്, മലബാറിലേക്ക്, കണ്ണൂരിലേക്ക്, കാസർകോട്ടേക്ക്, വീണ്ടും ഓടുന്നു തിരുവനന്തപുരത്തേക്ക്. ഓട്ടത്തോടോട്ടം. എല്ലാവർക്കും ഷാഫി വേണം. ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിലെ 140 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 140 മണ്ഡലങ്ങളിലും ഒരു തവണ എത്തിച്ചേർന്ന് UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നയിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഷാഫി പറമ്പിലായിരിക്കും. അതിനിപ്പോൾ ഒരു മുന്നണിയിലും അങ്ങനെ ഒരാളുണ്ടാവില്ല കേട്ടോ. എല്ലാ മണ്ഡലത്തിലും എത്തിപ്പെടുന്ന ഒരു നേതാവും ഒരു മുന്നണിയിലും ഉണ്ടാകില്ല. പക്ഷേ UDF അത് ഉണ്ടാകും, അത് ഷാഫി പറമ്പിലായിരിക്കും. ആ ഒരു മനുഷ്യൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണിത് സാധ്യമാകുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാറിൻ്റെ കൂടെ 12 മണി കഴിഞ്ഞിട്ടും അയാൾ പര്യടനത്തിലാണ്. അയാൾ പ്രവീൺ കുമാറിന് വേണ്ടി തീരദേശ ആളുകളോട്, അവിടെ താമസിക്കുന്ന ആളുകളോട് വോട്ട് ചോദിച്ചുകൊണ്ട് നടക്കുകയാണ് കൊയിലാണ്ടിയിൽ. അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഈ മനുഷ്യൻ ആലുവയിൽ അൻവർ സാദത്തിൻ്റെ കൂടെ നടക്കുന്നു രാവിലെ 6 മണിക്ക്. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഇയാൾ അതുവരെ മുണ്ടും കുപ്പായൊക്കെ മാറ്റിയിട്ട് ഇയാൾ 8 മണിക്ക് പെരുമ്പാവൂരിൽ റോഡ് ഷോയിൽ കോതമംഗലത്തേക്ക് ഇയാൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാ. എന്തൊരു മനുഷ്യനാണ് ഇയാൾ. ഇത് മാത്രോ, ഇയാൾ പോയ എല്ലായിടത്തും ജനമങ്ങ് തിങ്ങി നിറയുകയാ. ഞാൻ പറഞ്ഞില്ലേ, പാലക്കാടിൻ്റെ വെറും MLA ആയിരുന്ന, പാലക്കാടിൻ്റെ ഒരു ജനപ്രതിനിധി മാത്രമായിരുന്ന ഷാഫി പറമ്പിൽ, ആ ഷാഫി പറമ്പിലെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ കരിയർ, രാഷ്ട്രീയ ജീവിതം മാറി മറിഞ്ഞത് 2024 വടകരയിൽ സ്ഥാനാർത്ഥിയാവുക എന്നുള്ള ദൗത്യം പാർട്ടി ഏൽപ്പിക്കുന്നതോടുകൂടിയാ. അവിടെ നിന്ന് അയാളുടെ തേരോട്ടം ആരംഭിച്ചതാ. ഓട്ടം. എങ്ങനെയാ ഓടുന്നത്? ആരെങ്കിലും ഭയന്നിട്ടാണോ ഓടുന്നത്? അല്ല. ഓടുന്നത് ഊണില്ല, ഉറക്കമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, UDF വേണ്ടിയിട്ട്, ടീം UDF വേണ്ടിയിട്ട് അയാൾ അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം ബോധ്യമായില്ലേ? വെറുതെ എല്ലാ സഖാക്കള് പേരാമ്പ്രയിൽ അയാളെ വകവരുത്താൻ ശ്രമിച്ചത് അല്ലേ? പേരാമ്പ്രയിൽ അയാളുടെ ചോര വീണതിനുള്ള കാരണം എന്തായിരുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ യോഗങ്ങൾ നമ്മളെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മനുഷ്യൻ എന്തൊരു മനുഷ്യനാണ്. ഞാനിതിങ്ങനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്നേഹത്തിനപ്പുറം ഒരു വികാരമുണ്ടല്ലോ. ഒരു മനുഷ്യന് ചെയ്യാൻ, ഞാൻ സത്യം പറയാലോ, ഇപ്പം വീട്ടിൽ നിന്ന് രാവിലെ ഒരു തവണ എന്തെങ്കിലും പാല് വാങ്ങാനോ മറ്റൊന്നോ ആയി ഇറങ്ങിക്കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞിട്ട് വൈഫ് പറയാ എന്തെങ്കിലും വാങ്ങാനുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ, കാരണം വെയിൽ അങ്ങനെയാ, ചൂട് അങ്ങനെയാ, കാലാവസ്ഥ വലിയ അനുകൂലമല്ലാത്ത ഘടകമായി മാറിയിരിക്കുകയാണ്. അതിനിടയിൽ ഒരു മനുഷ്യൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നൊക്കെ പറയുന്നത് AC റൂമിൽ ഇരുന്നിട്ടാണോ? ഒരു മനുഷ്യൻ അങ്ങനെ ഓടുകയാണ്. തെരഞ്ഞെടുപ്പ്, ചോറില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല. ഞാൻ പറയുന്നത് ഇതൊന്നും ഇല്ലാതെ പട്ടിണി കിടക്കുക എന്നല്ല. ഇതൊക്കെ ഏതെങ്കിലും സമയത്തിനാണോ കഴിക്കുന്നത്? എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പം കഴിക്കും അല്ലേ? അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു മനുഷ്യൻ അല്ലേ? ഞാൻ ഇപ്പം ഈ കോതമംഗലത്തെ ആ ഒരു രംഗം കണ്ടിട്ട് എന്തൊരു അയാളുണ്ടാക്കുന്ന ഓളം നോക്ക് നിങ്ങൾ. അയാൾ എങ്ങനെയാണ് ഒരു ജനതയെ എങ്ങനെ കയ്യിലെടുക്കാൻ. ഞാനിങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത്, പ്രചരണങ്ങൾ തുടങ്ങിയ സമയത്ത്, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ചർച്ചകൾക്ക് വേണ്ടി ഷാഫി ഡൽഹിയിൽ പോയിട്ട് അവിടെ 2-3 ദിവസം തങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ട് ഇയാൾ ഈ മലബാർ മേഖലയിൽ പ്രചരണം നടത്തിയപ്പോൾ ഞാൻ കരുതി ഇയാൾക്ക് ഈ മലബാർ മേഖലയിൽ മാത്രമാണ് ഇയാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാകുക എന്ന്. അപ്പം അതിനിടയിൽ നോക്കുമ്പോൾ ഇതാടാ അയാൾ വരുന്നത്. അയാൾ എല്ലായിടത്തേക്കും
അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക എങ്ങനെ അതിന് സാധിക്കുന്നത്? ഒരു മനുഷ്യന്, നമ്മളൊരു സാധാരണ രീതിയിലുള്ള ഒരു മനുഷ്യൻ എന്നുള്ളത്, നമ്മളെ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും പേരിന് പിന്നാലെയുള്ള അക്ഷരങ്ങളും അതൊക്കെ മറ്റൊന്ന്, ഇതിനൊക്കെ അപ്പുറം നമ്മളൊരു മനുഷ്യനല്ലേ, എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതിനെ അത്ഭുതപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരൊറ്റ വാക്ക് മാത്രമേ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നുള്ളൂ, അക്ഷരം തെറ്റാതെ നമുക്കത് വിളിക്കാൻ കഴിയും, അല്ലേ? അക്ഷരം തെറ്റാതെ അത് വിളിക്കാൻ കഴിയും. ദ റിയൽ ക്രൗഡ് പുള്ളർ എന്ന്. കൂടുന്നിടത്തൊക്കെ ജനാരവമാണ്. അതിനിപ്പോൾ തൃക്കരിപ്പൂരിലാവട്ടെ, തളിപ്പറമ്പിലാവട്ടെ, കാസർഗോഡാവട്ടെ, പയ്യന്നൂരാവട്ടെ, മഞ്ചേശ്വരത്താവട്ടെ, കൊയിലാണ്ടിയിലാവട്ടെ, വടകരയാവട്ടെ, പേരാമ്പ്രയാവട്ടെ, കുറ്റ്യാടിയാവട്ടെ, നാദാപുരമാകട്ടെ, ഇനി അവിടെ നിന്നൊക്കെ വിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് പാലക്കാടാണെങ്കിലും ഒറ്റപ്പാലത്താണെങ്കിലും പട്ടാമ്പിയിലാണെങ്കിലും ഷൊർണൂരാണെങ്കിലും അവിടെ നിന്ന് വിട്ട് താഴോട്ട് പോയാൽ ആലുവ, പെരുമ്പാവൂര്, കോതമംഗലം, ഇരവിപുരം, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സ്ഥലങ്ങളിൽ വളരെ കൃത്യമായിട്ട് എല്ലായിടങ്ങളിലും എത്തണമെന്നുള്ള വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അയാൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാ, അല്ലേ? ഇനി ഒരു വരവ് കൂടി അയാൾ അവസാനമായിട്ട് വരും. അത് പാലക്കാടിൻ്റെ മണ്ണിലേക്കായിരിക്കും. ആ പാലക്കാടിൻ്റെ മണ്ണിൽ ഒരൊന്നൊന്നര വരവ്, ഒരവസാന വരവ്, ജനം വിധി എഴുതുന്നതിന് മുമ്പ് ഒരൊറ്റ വരവ് കൂടി ഷാഫി പറമ്പിൽ വരാനുണ്ട്. സംഘ് പരിവാറിൻ്റെയും CJP-യുടെയും CPM-ൻ്റെയും NMR റസാഖിൻ്റെയും പിണറായി വിജയൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും മണ്ണാക്കിൽ പൊട്ടിക്കാനായിട്ട് ഒരു വരവ് കൂടി പാലക്കാടിൻ്റെ മണ്ണിലേക്ക്. പാലക്കാട് അയാളുടെ തട്ടക, ആ തട്ടകം അതയാള് നെഞ്ചോട് ചേർത്ത് വെച്ചതാണ്. നമ്മളത് കണ്ടതുമാണ്, അല്ലേ? ഒരു സീന്, നമ്മുടെയൊക്കെ കണ്ണും നെഞ്ചും പൊട്ടിച്ച ഒരു സീനുണ്ടായിരുന്നു. 2024 പാലക്കാട് നിന്ന് വണ്ടി കയറുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? വടകരയിലേക്ക്. ആ പാലക്കാടൻ ജനതക്ക് അയാൾ വണ്ടി കയറുമ്പോൾ ഉറപ്പായിരുന്നു ഇനി ഷാഫി പറമ്പിലിനെ ഞങ്ങൾക്ക് കിട്ടില്ല, അയാൾ ഇനി വടകരയുടെ ജനപ്രതിനിധിയാകുമെന്നുള്ളത് വടകര പാലക്കാട്ടെ ജനങ്ങൾക്ക് ഉറപ്പായിരുന്നു. കണ്ണ് നിറഞ്ഞ് ഒരു വൈകാരിക യാത്രയപ്പ് പാലക്കാടിൻ്റെ മക്കളെ അയാൾക്ക് കൊടുത്തു. ആ പോക്ക് പോയിട്ടിട്ട് വടകരയുടെ മണ്ണിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് അയാൾ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. KK ശൈലജ എന്ന് പറയുന്ന ഭൂലോക ഫ്രോഡിനെ തുറന്നു കാട്ടിയ പ്രസംഗം, അല്ലേ? ആരാണ് വടകരയുടെ അമ്മ എന്ന് വളരെ കൃത്യമായി വരച്ചു കാട്ടിയ ആ പ്രസംഗം. അതോടുകൂടി സഖാക്കള് നിക്കറിൽ തന്നെ 1ഉം 2ഉം ഒക്കെ സാധിച്ചു. അതിന് തൊട്ട് പിന്നാലെയാ കാഫിർ സ്ക്രീൻഷോട്ടൊക്കെ വരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പെട്ടി പൊട്ടിച്ചെണ്ണിയപ്പോൾ 1,14,506 വോട്ടിന് വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ ന്യൂഡൽഹിയിലേക്ക് വണ്ടി കയറി. ഡൽഹിയിൽ ചെന്നിട്ടും അയാൾ ആദ്യമായിട്ടൊരു പാർലമെൻറ്റിൽ വന്ന് കയറുക എന്നുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് ഒഴുക്കും ചിട്ടയും അടുക്കത്തോടു കൂടി ടപ്പ തത്ത പറയും പോലെ, എന്നാൽ കുറിക്ക് കൊള്ളുന്ന വർത്താനം അയാൾ പാർലമെൻറ്റിനകത്തും പുറത്തും. ഇപ്പോഴിതായി തെരഞ്ഞെടുപ്പിൻ്റെ ക്രൗഡ് പുള്ളറായിട്ട് ഷാഫി പറമ്പിൽ മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയുന്നത്, അല്ലേ? ഞാൻ ഇതിങ്ങനെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു ചിത്രം എന്തറിയോ? പല ആളുകളുടെയും മുഖം വരും. ചില ഡബളെ, ചില വളി. വള്ളി, ഏത് വളി? നമ്മളെ തമിഴിലെ വളിയാട്ടോ, വള്ളി. അത് അങ്ങനെ ചില ആളുകളുടെ മുഖം. ഞാൻ തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നു, കേരളത്തിൽ ഏത് പാർട്ടിയാവട്ടെ ഷാഫി പറമ്പിലിനോളം ജനസ്വീകാര്യതയുള്ള, ജനമനസ്സുകളിൽ ഇടമുള്ള, ജനങ്ങളെ ആവേശഭരിതരാക്കാൻ സാധിക്കുന്ന, ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന മറ്റൊരു യുവജന നേതാവ് ഇന്ന് കേരളത്തിൻ്റെ മണ്ണിലില്ല എന്നുള്ളതാ. അതാ ഞാൻ പറഞ്ഞത് ദ റിയൽ ക്രൗഡ് പുള്ളർ എന്ന് പറയാനുള്ള കാരണം, അല്ലേ? ആദ്യമേ ഞാനൊരു ചോദ്യമുണ്ട്. എന്തൊരു മനുഷ്യനാണ് ഷാഫി നിങ്ങൾ? എങ്ങനെ സാധിക്കുന്നടാവേ?